ദോശ കുറച്ച് ഇതായി പോയി കേട്ടോ. കുഴപ്പമില്ല. ദോശ സാമ്പാർ അത് കയ്യിലെ രേഖയാ. അടി കൊണ്ട പോലില്ല, അത് കയ്യിലെ പാടാച്ചാ, ജന്മന ഉള്ളേ. അച്ഛൻ ഇവിടുന്ന് ആരടിക്കാൻ അച്ഛൻ? അച്ഛനെ അച്ഛൻ ആരടിക്കാനാ? അച്ഛനൊന്നും ആരും അടിക്കത്തൊന്നുമില്ല. അത് എടുക്കാൻ നേരം അത് എടുക്കാൻ നോക്കിയതാ, അടിച്ചില്ല. ഉറക്കം വരുന്നു. ഫ്ലാസ്കിനകത്ത് വെള്ളം ചൂടുവെള്ളം എപ്പോഴും നിറച്ച് വെച്ചേക്കും. പക്ഷെ അച്ഛൻ കുടിക്കത്തില്ല. നമ്മൾ നിർബന്ധിച്ചാൽ മാത്രം അച്ഛൻ കുടിക്കും. പക്ഷേ വെള്ളം കുടിക്കണം കേട്ടാ. എന്തുവാ സാമ്പാർ വേണോ ഇച്ചിരി? വെള്ളം കുടിക്കണേ കേട്ടോ. സാമ്പാർ കൂട്ടി കഴിക്കണം. ആ നല്ല ചൂടാണ്. എല്ലാം നാരങ്ങ വെള്ളം കുടിച്ചു, സോഡ ഇട്ട നാരങ്ങ വെള്ളം. ഭയങ്കര ചൂട് രാവിലെ. ഇപ്പം 11:15. അത് കുടിച്ചു. ഇവിടുന്ന് കുടിക്കേ. ഇനി ബാ, ഇവിടുന്ന് കുടിക്കുക. ഫാൻ ഇട്ടുതരാം. അത് മൊത്തം കുടിക്കണം കേട്ടോ. കുടി. ഇല്ല അച്ഛൻ പോയി കഴിഞ്ഞാൽ കുടിക്കത്തില്ല. അത് കുടി. അച്ഛൻ കുടിക്കണം, വയറ്റിനല്ലേ. കുടിക്ക്. ഞാൻ കുടിച്ചു. അല്ല ഞാൻ കുടിക്കാം. ഞാൻ കുടിച്ചോളാം. അച്ഛൻ കുടിച്ചോളൂ, ഞാൻ കുടിക്കാം. അത് മൊത്തം കുടിച്ചോ. നല്ല അച്ഛാ കുടിക്കുന്നത് നല്ല. മൊത്തം കുടിക്കണേ. മൊത്തം കുടിച്ചോ. ചായ ഒന്നും അല്ലല്ലോ. ആ കുടി. അത് കുടിക്കണം. അവിടെ വയ്ക്കണ്ട, അവിടെ കുടിച്ചാൽ മതി. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് കപ്പയും ചാളയും കൂടിയിട്ടുള്ള പുഴുക്കാണ്. കപ്പ ചാളപ്പുഴുക്ക്. അതിന് വേണ്ടിയിട്ട് കപ്പയുണ്ട്, കരിവേപ്പില, തേങ്ങ തിരുമിയത്, വെളുത്തുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച നല്ല ചാള. കപ്പയും ചാടയും കൂടിയിട്ടുള്ള പുഴുക്ക്. ഒരു കുക്കറിലേക്ക് കപ്പ കഴുകിയിട്ട് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ചീനി വെന്തു. ഇനി നമുക്കിതിനകത്ത് നമ്മൾ റെഡിയാക്കി വെച്ച ചാള ഇതിലേക്ക് നിർത്താം. നിരത്തിയിടുക. കുറച്ച് മുളക് പൊടി ഇട്ടു. ഇനി അല്പം ഉപ്പ് ആവശ്യത്തിനിടുക. നമ്മൾ എന്നിട്ട് ഒരു 2 കാന്താരി മുളക് കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാന്താരി ഇട്ടു. ഇനി നമ്മൾ ഇത് അടപ്പ് വെച്ച് അടച്ച് ഒന്ന് വേവിക്കാം. മീൻ തിളച്ചു. ഇനി നമുക്ക് മീനിൻ്റെ മുള്ളുകൾ മാറ്റിയിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ചീനിയെല്ലാം ഇളക്കി ചാളയുടെ മുള്ളെല്ലാം കളഞ്ഞ്, ഇത് മുള്ളു കളഞ്ഞ ചാളയാണ്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. വെന്ത ചാള തേങ്ങയുടെ അരപ്പിൽ ചേർത്ത് ഇത് മിക്സ് ചെയ്യാം. ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചാളയും കപ്പയും ഈ അരപ്പും കൂടെ ചേർത്ത് ഇവിടെ ചാള കപ്പപ്പുഴുക്ക് റെഡി. ഇതിനകത്ത് നമ്മൾ ശകലം കരിവേപ്പില ഇട്ടു. ഇത് സ്വല്പം വെളിച്ചെണ്ണ കൂടെ ഇതിനകത്ത് ഒഴിക്കും. ഇന്ന് അച്ഛന് ഞങ്ങൾ കപ്പയും ചാളയും മിക്സ് ചെയ്തുള്ള പുഴുക്കാണ് കൊടുക്കുന്നത് ഉച്ചയ്ക്ക്. ഇന്ന് വെറൈറ്റി ആയിരുന്നു വെച്ച്. പിന്നെ ചോറുണ്ട്, സാമ്പാറുണ്ട്. അപ്പം നമുക്ക് അത് കൊടുക്കാം. നല്ല കപ്പയും ചാളയും കൂടെയുള്ള മിക്സാണ്. ചേട്ടൻ മാങ്ങയുടെ കഷ്ടമില്ല. മാങ്ങയും കൂടെ ഉണ്ടെങ്കിൽ, മാങ്ങാച്ചാറോടെ ഉണ്ടെങ്കിൽ ഇത് പ്രത്യേക ടേസ്റ്റാണ്. യൂട്യൂബിൽ കണ്ടതാണ് ഒരു വീഡിയോ. ഇന്നലെ കണ്ടപ്പോൾ തോന്നി ഇന്ന് ചെയ്യാൻ തോന്നി. അങ്ങനെയാണെന്ന് ചെയ്തത്. ഞാൻ കഴിച്ചോളാം. ഞാൻ പിന്നെ കഴിക്കാം. ഇത് അച്ഛൻ കഴിക്കും. എന്നാ എടുക്ക്. ശാല കഴിച്ചാൽ മതി. ഞാൻ കഴിക്കും. ശാല കഴിച്ചോ.
കഴിക്കട്ടെ. എടുക്ക്, എടുത്ത് കഴിക്കും. അങ്ങനെ പിടിച്ചു. ഇങ്ങനെ വെച്ചിട്ട് ഇനി കഴിക്കും. ഈ പപ്പടം കൂടെ എടുത്തിട്ട് ശാലം കഴിച്ചിട്ട് കൈ കഴിക്കും. അത് വായിലോട്ട് വെച്ചു. വായിലോട്ട് വെച്ചു. വായി വെച്ച് ഇവിടെ ഇരിക്കും. വായിലോട്ട് ഇട്ടു. അച്ഛനൊന്ന് വേണ്ട. അച്ഛൻ എന്താന്നുണ്ട്, അച്ഛന് വിശപ്പൊട്ടുമില്ല. ഞാൻ ഈ കൊടുത്തത് അച്ഛന് സ്വല്പം വായിലോട്ട് ഇട്ടു. ഇട്ടോ അല്ല, അവിടെ അല്ല, വായിലിട്. അതിന് വേണ്ട, അച്ഛന് ഒട്ടും വേണ്ട. അപ്പൊ ഞാനങ്ങനെ കപ്പ ഇതൊക്കെ അച്ഛന് വേണ്ടി ഉണ്ടാക്കിയതാ. അച്ഛൻ കഴിച്ചില്ല. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വൈകിട്ട് അച്ഛന് കൊടുക്കണം കേട്ടോ. അച്ഛന് എത്ര നിർബന്ധമുണ്ട്. കാരണം ചോറും ഇതെല്ലാം കൊണ്ട് അച്ഛൻ വരവേതല്ലാതെ കഴിച്ചില്ല. ഒരു ഉരുള കണ്ട് കഴിച്ചു. ജസ്റ്റ് ഇതിന് വേണ്ട എന്തുകൊണ്ട് അറിയാൻ വയ്യ. ഓക്കെ അച്ഛാ. അങ്ങനെ ഉച്ചഭക്ഷണം ഇന്ന് അച്ഛൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഒരു വിഷമമായി പോയി. കുറച്ച് നാരങ്ങളൊക്കെ ഉച്ചയ്ക്ക് മുമ്പ് കുടിച്ചായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരുന്നുണ്ട് വിശപ്പ് കാണത്തില്ല. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ. ഓക്കെ അച്ഛാ. അങ്ങനെ വൈകിട്ട് നമുക്ക് ഇത് വൈകിട്ട് കഴിക്കാം കേട്ടോ. ഞാൻ വൈകിട്ടാകുമ്പോൾ തരാം. അച്ഛന് ഉച്ചയ്ക്ക് വിശപ്പില്ലാത്തതുകൊണ്ടാണ് അച്ഛൻ കഴിക്കാൻ കേട്ടോ. ഏതാണ്ട് നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, അച്ഛന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അത് ചീനിയും ചാളയും കൂടെ. അച്ഛൻ രുചിയുണ്ടോ അച്ഛാ? കൊള്ളാവോ? ഇത് അച്ഛൻ ഇപ്പം കഴിച്ചില്ല. അത് ഇപ്പോൾ 3:50 അച്ഛൻ ഇപ്പം അത് കഴിക്കുന്നു. എനിക്ക് ഉച്ചയ്ക്ക് വിശപ്പ് ഒട്ടും ഇല്ലാതെ, അതുകൊണ്ട് ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ട് അച്ഛൻ കഴിച്ചില്ല. എന്തായാലും ഇപ്പം കഴിച്ചു. അത് സന്തോഷമായി. ഓക്കെ അച്ഛാ, കഴിക്ക്. രുചിയുണ്ടോ അച്ഛാ? രുചിയുണ്ടോ? അച്ഛൻ കഴിച്ചു അത്യാവശ്യം. കൊള്ളാവോ അച്ഛാ? കൊള്ളാവോ? രുചിയുണ്ടോ? അത് കരിവേപ്പില്ലേ? കരിവേപ്പില്ല. ഓക്കെ. അപ്പം എന്തായാലും ഉച്ചയൂണ് നമ്മൾ എടുത്തെങ്കിലും ഉച്ചയൂണ് അച്ഛൻ കഴിച്ചില്ല. അച്ഛൻ വൈകിട്ട് ചായ കുടിക്കുന്നതിന് തൊട്ടുമ്പോൾ കഴിച്ചു. ഓക്കെ. എന്ത് ചിരിക്കുന്നു? ചാ എന്തിനാ ചിരിക്കുന്നത്? പക്ഷെ ഇപ്പം ഭയങ്കര ഒറ്റ പണ്ട് ഭയങ്കര ദേഷ്യമായിരുന്നു. ചെന്തൂര് വഴക്ക് ഭയങ്കര ബഹളമായിരുന്നു പണ്ട്. നല്ല ദേഷ്യമായിരുന്നു അച്ഛന്. എന്തായാലും മൊത്തം കഴിച്ചു. അതുകൂടെ അച്ഛൻ ഞാൻ എടുത്തോളാം. ഞാൻ എടുക്കാം. ചെന്ന് കഴിച്ചു. ഉച്ചയ്ക്ക് കൊണ്ട് കറക്റ്റായി ഞങ്ങൾ വൈകിട്ട് 3:45 കഴിച്ചു. സാരി കൈ കഴിവിട്ട് വാ. ചോ വാ. ചായ ചായ ചായയുടെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിന്നത് തീർന്നോ? അതും കുടിച്ചു. അച്ഛൻ കുടിച്ചു. എനിക്ക് വേണ്ട. അച്ഛൻ ചോദിക്കല്ലോ. ഞാൻ അച്ഛൻ എന്തോ കഴിച്ചാലും നമ്മുടെ അടുത്ത് ചോദിക്കും കേട്ടോ. അച്ഛൻ ആർക്കും ആഹാര സാധനങ്ങളൊക്കെ കൂടുതൽ പണ്ടേ ഇഷ്ടമാണ്. ഇപ്പൊ റോഡിൽ തന്നെ നമ്മൾ പോയി കടയിൽ നിന്ന് കഴിഞ്ഞാൽ ആരും ചായ കുടിക്കുമെങ്കിൽ അച്ഛൻ ചായ വേണമെന്ന് ചോദിക്കും. അങ്ങനെ അതാണ് കെട്ടായി പോയത്. 4 3 പോകുമ്പം അതെ. ഓക്കെ. ഞാൻ കൊണ്ടുവയ്ക്കാം. ഞാൻ കൊണ്ടുവയ്ക്കാം. ഓക്കെ. അടുക്കള കൊണ്ടുവച്ചോളാം. ഞാൻ കൊണ്ടുവച്ചോളാം. അച്ഛൻ ഇവിടെ ഇരുന്നോ? കുറച്ചു കടന്നു വേണമെങ്കിൽ അച്ഛൻ ഇവിടെ കടന്നോ? കുറച്ചു വേണമെങ്കിൽ കടന്നിട്ടേ ഞാൻ സന്ധ്യയ്ക്ക് വിളിക്കാം കേട്ടോ. ഓക്കെ.